ശ്രീഗണേശ ശരദാ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ ഭഗവതേ സായിദേവായ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. ഭഗവത്ഗീത വിചാരത്തിന്റെ 97-ാമത്തെ പാർട്ടാണ് നമ്മൾ എടുക്കുന്നത്. ക്ഷേത്രജ്ഞ വിഭാഗ യോഗം. അതിന്റെ 23-ാമത്തെ ശ്ലോകമാണ്. ഭഗവാൻ നമ്മളോട് പരമാത്മ സാക്ഷാത്കാരം പടിപടിയായിട്ട് ലഭിക്കുന്ന എങ്ങനെയാണ് എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞു തന്നത്. അങ്ങനെ ഭഗവാനും ദേഹവും ഒന്ന് തന്നെയാണ്, ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെയാണ് എന്നുള്ള അവസ്ഥയിലെത്തുന്ന ഒരാൾക്ക് ഭഗവാൻ തന്നെയാണ് സർവവും എന്ന് മനസ്സിലാകാൻ പറ്റും. അതിന് തന്നെയാണ് പരമാത്മ സാക്ഷാത്കാരം എന്ന് പറയുന്നത്. സർവത്ര ഭഗവാനെ മാത്രം ദർശിക്കുവാനുള്ള കഴിവ്, അതിനാണ് പരമാത്മ സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയാൻ പോണത് അങ്ങനെ പ്രകൃതിയെയും പുരുഷനെയും വ്യക്തമായിട്ട് ധരിച്ചു കഴിഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാണ്, ഒന്നിൽ നിന്ന് വരുന്ന ഒന്നിന്റെ സ്വരൂപവും സ്വഭാവവുമാണ്, സ്വരൂപത്തിന്റെ സ്വഭാവമാണ് പ്രകൃതി എന്ന് മനസ്സിലായി കഴിയുന്ന ഒരാൾക്ക് ലോക വ്യവഹാരത്തിൽ എന്ത് പ്രവർത്തിച്ചാലും അതൊന്നും അദ്ദേഹത്തെ ബാധിക്കില്ല, അതിനൊന്നും ഇഫക്റ്റ് അദ്ദേഹത്തിന് ഉണ്ടാവില്ല. അതാണ് ഇനി ഭഗവാൻ പറയാൻ പോണത്. ഏവം വേത്തി പുരുഷം പ്രകൃതിം ജഗുണൈ സഹ സർവഥാ വർത്തമാനോപി ന സഭൂയോ അഭിജായതേ. ആരാണോ ഏവം മേൽ വിവരിച്ച പ്രകാരം, അതായത് കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു തന്നതുപോലെ പുരുഷം പ്രകൃതിഞ്ച, പുരുഷനെയും പ്രകൃതിയെയും ഗുണൈ സഹ, ഗുണങ്ങള് കാരണം ത്രിഗുണങ്ങളോടൊപ്പം ആണ്. പ്രകൃതി എന്ന് പറഞ്ഞാൽ ത്രിഗുണങ്ങൾ ഉള്ളതാണ്, പുരുഷന് ത്രിഗുണങ്ങൾ ഇല്ല. വേത്തി അനുഭവിച്ചറിയുന്നത് അയാൾ സർവഥാ വർത്തമാന അഭി, എല്ലാ തരത്തിലും ലോക വ്യവഹാരങ്ങളിൽ കഴിഞ്ഞുകൂടിയാലും ലോകത്ത് തന്നെ ജീവിച്ചാലും ലോകത്തിൻ്റെതായി തീരില്ല. ലോകവുമായിട്ട് യാതൊരു സംഘവുമില്ലാതെ ലോകത്ത് തന്നെ ജീവിക്കും. താമര വെള്ളത്തിൽ നിൽക്കുന്നത് പോലെ. താമര വെള്ളത്തിലാണ് നിൽക്കുന്നത്, താമരയ്ക്ക് വെള്ളവുമായിട്ട് ഒരു ബന്ധവുമില്ല. താമര വെള്ളത്തിൽ വളരുകയാണ്, പക്ഷേ അതുമായിട്ട് ഒട്ടിച്ചേരുന്നില്ല. താമര ഇലയിലും കൂടെ വെള്ളം തങ്ങി നിൽക്കില്ല. അങ്ങനെയാണ് നമ്മൾ ലോകത്ത് ജീവിക്കേണ്ടത്. ലോകത്തിൽ തന്നെ ജീവിക്കണം. ലോകത്തിന്റെ ചെളിയിലും അതിലാണല്ലോ താമര നിൽക്കുന്നത്. എല്ലാം ഉണ്ട്, പക്ഷെ ആ ലോകത്തിന്റെ ഒരു സൈനും നമ്മളിൽ പെടാതെ, ഒരു കറയും പുരളാതെ, അതിൽ സംഘമില്ലാതെ നമ്മൾ കഴിയണം എന്നതാണ് പറയുന്നത്. എല്ലാത്തരം ലോക വ്യവഹാരങ്ങൾ അങ്ങനെ ആൾ കഴിഞ്ഞുകൂടിയാലും അതൊന്നും തന്നെ അഭിജായതേ, അതൊന്നും അങ്ങേർക്ക് ഏശുകയില്ല, ജനനമരണ ചക്രത്തിൽ അദ്ദേഹം പെടുകയുമില്ല എന്നാണ് പറയുന്നത്. അതായത് പരമസാക്ഷാത്കാരം ലഭിച്ചു കഴിഞ്ഞു, മുക്തി കഴിഞ്ഞു, സാരൂപ്യമായി, അതാണ് സായുജ്യം ലഭിച്ചു കഴിഞ്ഞു. അതാണ് ആരാണോ മേൽവിവരിച്ച പ്രകാരം പുരുഷനെയും പ്രകൃതിയെയും ത്രിഗുണങ്ങളോടൊപ്പം അനുഭവിച്ചറിയുന്നത് അയാൾ എല്ലാ തരത്തിലുള്ള ലോക വ്യവഹാരങ്ങളിൽ കഴിഞ്ഞുകൂടിയാലും വീണ്ടും ജനന മരണ ഭ്രമത്തിൽ പെട്ടുപോകുന്നില്ല. ജീവൻ മുക്തനായി, ജീവിച്ചിരിക്കെ തന്നെ ജീവൻ മുക്തനാകുന്ന അവസ്ഥയാണ് അത്. ന സ ഭൂജോ അഭിജായതേ. ജനന മരണങ്ങൾ നിത്യമുക്തനായ ക്ഷേത്രജ്ഞന്റെ വെറും ഭ്രമാനുഭവങ്ങളാണ്. സൂക്ഷ്മ പരിശോധനയിൽ ഒരാൾ ആഗ്രഹിച്ചാൽ പോലും ജനിക്കാനോ മരിക്കാനോ യഥാർത്ഥത്തിൽ കഴിയുകയില്ല. നമ്മൾ വിചാരിച്ചാലും നമുക്ക് ജനിക്കാനും പറ്റില്ല, നമ്മൾ വിചാരിച്ചാൽ നമുക്ക് മരിക്കാനും പറ്റില്ല കേട്ടോ. ജനിക്കുന്നു മരിക്കുന്നു എന്ന് ആഗ്രഹിച്ച് ഭ്രമിക്കാം, അത്രയേ ഉള്ളൂ.
പുരുഷൻ നിത്യമുക്തനായ ആദി കാരണമാണ്. ആ കാരണത്തിന്റെ നിത്യമുക്തയ്ക്ക് ഒരു കേടും വരുത്താതെ, പുരുഷൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ, പരമാത്മാവ്, ആ ഒരു കേടും വരുത്താതെ ശക്തി കാര്യകാരണങ്ങളെ പ്രകടമാക്കി മറയ്ക്കുന്നു. ശക്തിയും കാര്യകാരണങ്ങളും പ്രകടരൂപത്തിൽ ജഡങ്ങളാണ്. അവയുടെ പരിണാമങ്ങൾ പോലും പുതുതായിട്ട് ജനിക്കലോ മരിക്കലോ അല്ല. കാരണം നമ്മൾ ജനിക്കുന്നു മരിക്കുന്നു എന്ന് പറഞ്ഞ ജഡരൂപങ്ങൾ മാത്രമാണ്. അതിനെ ചൈതന്യവത്താക്കുന്ന ആത്മാവ് ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല, അത് നിത്യനാണ്. മനസ്സിലായില്ലേ? അതാണ് സൂക്ഷ്മരൂപിണിയായ ശക്തി ഒളിഞ്ഞിരിക്കുന്ന സ്ഥൂല രൂപങ്ങൾ പുറത്ത് കാട്ടുന്നു, മറയുന്നു. അത് ജനിക്കുന്നു മരിക്കുന്നു, പിന്നെയും ജനിക്കുന്നു പിന്നെയും മരിക്കുന്നു എന്നാവും തോന്നലുണ്ടാക്കുന്നു. ഇങ്ങനെ സൂക്ഷ്മം സ്ഥൂലമാകുന്നതോ സ്ഥൂലം സൂക്ഷ്മമാകുന്നതോ എങ്ങനെ ജനന മരണങ്ങളാകും? അതായത് ഒന്നിൽ നിന്ന് തന്നെ പുറപ്പെട്ടു വന്നു, അതിൽ തന്നെ തിരിച്ചു വന്ന് ലയിക്കുകയാണ്. അതിനെ ജനന മരണങ്ങൾ എങ്ങനെ പറയാൻ പറ്റും? പുതുതായിട്ട് ഒന്നും ഉണ്ടാവുന്നില്ല അവിടെ. പുതുതായിട്ട് ഒന്നും ഉണ്ടാകുന്നില്ല. പുതുതായിട്ട് ഉണ്ടാവുമ്പോഴല്ലേ നമുക്ക് ജനിച്ചു മരിച്ചു എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അതില്ലല്ലോ. അപ്പൊ ഈ പരിണാമങ്ങൾ കൊണ്ട് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഭൗതിക ശാസ്ത്രം, അതായത് നമ്മുടെ സയൻസ് പോലും അത് സമ്മതിച്ചു എന്ന കാര്യമാണ്. അപ്പൊ ശക്തി മുഴുവൻ പ്രകടഭാവം വിട്ടുമറഞ്ഞാലും ശക്തിക്കോ ശക്തനോ ഒരു കുറവും സംഭവിക്കുന്നില്ല. സ്ഥൂലകാര്യ രൂപങ്ങൾ ശക്തിയിൽ ഒളിച്ചിരിക്കുന്നത് കൊണ്ട് ശക്തനിൽ അത് ഒളിഞ്ഞിരിക്കുന്നു. അത്രേ ഉള്ളൂ. ശക്തൻ ശക്തൻ എന്ന് പറഞ്ഞാൽ പുരുഷൻ, പരമാത്മൻ, സനാതന സത്യമായതുകൊണ്ട് ആ ശക്തന്റെ ശക്തിയും ഒരു കുറവും വരാതെ സനാതന സത്യം മാത്രമാണ്. സനാതനം എന്ന് വെച്ചാൽ എന്താണ്? നിത്യം, എന്നും നിലനിൽക്കുന്നത്. പ്രകൃതിയും പുരുഷനും അനാദി എന്ന് നേരത്തെ പറഞ്ഞത് ഇത് വെളിപ്പെടുത്താനാണ്. പ്രകൃതിയും പുരുഷനും അതുകൊണ്ടാണ് ഇത്. പ്രകൃതിക്കും പുരുഷനും ഒരിക്കലും ഒരു നാശവും ഉണ്ടാകുന്നില്ല. പ്രകടമാകുന്നു പ്രകൃതി, മറയുന്നു പുരുഷനിൽ തന്നെ. അപ്പം ഒന്നിൽ ചെന്ന് ചേർന്നാൽ എങ്ങനെ മരണമാകും? ഇല്ലായ്മ ആകുന്നില്ലല്ലോ, പ്രകടമാകുന്നതേ ഉള്ളൂ. അതാണ് പറയുന്നത്. ആരംഭത്തിൽ പ്രകൃതി എന്നും പുരുഷനെന്നും വേർതിരിച്ച് വിവരിക്കുന്നതൊക്കെ എണ്ണമറ്റ പലത് കണ്ട് ഭ്രമിക്കുന്ന അജ്ഞനെ, അങ്ങനെയൊക്കെ പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മളെ പോലെ അജ്ഞനായരെ ഭഗവാനിലേക്ക് അടുപ്പിക്കുവാനുള്ള ഒരു വഴിയാണ്. അദ്വൈനായ ഭഗവാൻ, ദ്വൈതഭാവങ്ങളില്ലാത്ത ഭഗവാനെ പറ്റി നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ നമ്മളോട് പറഞ്ഞു തരുന്നത്. ഈ പ്രകൃതി പുരുഷ രഹസ്യം ധരിച്ച് ജ്ഞാനോപായങ്ങൾ അഭ്യസിക്കുന്ന ഒരാൾക്ക് പുരുഷനെ നേരിട്ട് അനുഭവിക്കാനും സാധിക്കും. അങ്ങനെയാണ് ഒരുപാട് പേർക്ക് നിർവികൽപ്പ സമാധിയിലേക്ക് ഈശ്വര സാക്ഷാത്കാരം, ഈശ്വരനെ നേരിട്ട് കാണുന്നു, സംവദിക്കുന്നു എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ജനന മരണാനുഭവം ഭ്രമമാണെന്ന് അവർക്ക് തെളിയുന്നു. ആ നിലയ്ക്ക് സനാതനനായ അദ്വൈത പുരുഷനെ അനുഭവിച്ചറിയുന്ന ആൾക്ക് ഈ ഭ്രമം പാടെ മാറിക്കിട്ടും. അതാണ്, അതായത് സാക്ഷാത്കാര അനുഭവം ഉണ്ടാകുന്നു. അതായത് ഈശ്വര സാക്ഷാത്കാരം ലഭിച്ചിരിക്കുന്നു ജീവിച്ചിരിക്കെ തന്നെ. ശരീരത്തിൽ ഇരിക്കുമ്പോ തന്നെ ഈ ശരീരം ഞാനല്ല, ഈ ജഡഭാവമാണ്, അത് പ്രകൃതിയാണ് എന്നൊക്കെ മനസ്സിലാക്കി അതില് ഒന്നും ബാധിക്കാതെ ഇരിക്കാനുള്ള കഴിവ് നേടുന്നു. ധ്യാനേനാത്മനി പശ്യന്തി കേലിദാത്മനമാത്മനാ അന്യേ സാഖ്യേന യോഗേന കർമ്മയോഗേന ചാപരേ. കേചിത് യോഗികളായ ചിലർ ധ്യാനേന സഗുണമോ നിർഗുണമോ ആയ ധ്യാനം പരിശീലിക്കുന്നു. സഗുണമായ ഒന്നിനെ ധ്യാനിച്ചിട്ടോ നിർഗുണമായ ഒന്നിനെ ധ്യാനിച്ചിട്ടോ അവര് പരിശീലിക്കുന്നു. ആത്മാനം ബോധസ്വരൂപമായ ആത്മാവിനെ ആത്മന ഇതര സങ്കല്പങ്ങളെ അകറ്റി ഏകാഗ്രപ്പെടുത്തി ചിത്തം കൊണ്ട് ആത്മനി ഹൃദയത്തിൽ, അതായത് ആത്മന ഇതര സങ്കല്പങ്ങളെ അകറ്റി ആത്മാനാം ബോധരൂപമായ ആത്മാവിനെ ആത്മനി സ്വന്തം ഹൃദയത്തിൽ തന്നെ പശ്യന്തി കണ്ടെത്തുന്നു. അതായത് ധ്യാനം ചെയ്യുന്ന ഒരാൾക്ക് ഈശ്വരൻ തന്റെ ഹൃദയത്തിൽ തന്നെയാണ് കുടികൊള്ളുന്നത് എന്ന് നന്നായിട്ട് മനസ്സിലാകുന്നു. അതായത് അന്യേ ജ്ഞാനികളായ മറ്റു ചിലർ സാഖ്യേന യോഗേന, സാഖ്യായോഗം കൊണ്ട്, സാഖ്യയോഗത്തിൽ എന്താണ്? യുക്തി, വിചാരമാർഗം, അതായത് വിചാരമാർഗം സ്വീകരിച്ച് വിരക്തരായി തീരുന്നു. അവര് വിരക്തരായി തീർന്നിട്ട് ആത്മദർശനം നേടുന്നു. അതായത് സന്യാസികളായി മാറുന്നു. അവർ സർവവും ഉപേക്ഷിച്ച് വിരക്തരായി ആത്മാന്വേഷണം ചെയ്യുന്നു. അങ്ങനെ അപ്പൊ ഗൃഹസ്ഥന്മാരെന്താ ചെയ്യുന്നത്? ലോക വ്യവഹാരങ്ങളിൽപ്പെട്ട് കഴിയുന്ന ഗൃഹസ്ഥന്മാരാകട്ടെ കർമ്മയോഗേന,
കർമ്മയോഗേന പശ്യന്തി. കർമ്മയോഗികളും യോഗനിഷ്ഠന്മാരാവുന്നുണ്ടല്ലോ. എങ്ങനെ? കർമ്മമെല്ലാം നിഷ്കാമമായി ചെയ്തുകൊണ്ട് അവർ യോഗികളായി മാറുന്നു. അതാണ് ലോകകർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കവേ തന്നെ കർമ്മങ്ങളെല്ലാം ഭഗവത് അർപ്പണമാക്കി നിഷ്കാമമായി ചെയ്യുമ്പോൾ, ഫലേഷ്ട തീരെ ഇല്ലാതെ ചെയ്യുമ്പോൾ അവരും ആത്മാവിനെ കണ്ടെത്തുന്നു. അപ്പം ഇവിടെ ഭഗവാൻ പറയുന്നത്, കൃത്യമായിട്ട് പറയുന്നത്, ഏത് മാർഗം, ധ്യാനമാർഗം, കർമ്മമാർഗം, ജ്ഞാനമാർഗം, ഏത് മാർഗം സ്വീകരിച്ചാലും ഭഗവാനെ പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത്. യോഗികളായ ചിലർ സഗുണമോ നിർഗുണമോ ആയ ധ്യാനം, അതായത് ധ്യാനയോഗം പരിശീലിച്ച് ബോധസ്വരൂപനായ ആത്മാവിനെ ഇതര സങ്കല്പങ്ങളെ അകറ്റി ഏകാഗ്രമായി ചിത്തം ഏകാഗ്രമാക്കിക്കൊണ്ട് തങ്ങളുടെ തന്നെ ഹൃദയത്തിൽ കണ്ടെത്തുന്നു. ജ്ഞാനികളായ മറ്റു ചിലർ വിചാരമാർഗം ഉപേക്ഷിച്ചിട്ട് വിരക്തരായിട്ട് ആത്മദർശനം നേടുന്നു. ലോക വ്യവഹാരത്തിൽ ഏർപ്പെട്ട് കഴിയുന്ന ഗൃഹസ്ഥന്മാർക്കും കിട്ടുന്നുണ്ട് ഈ ഭഗവാന്റെ ദർശനം കിട്ടുന്നുണ്ട്. എങ്ങനെ? കർമ്മങ്ങൾ ഏർപ്പെട്ടിരിക്കുമ്പോൾ കർമ്മങ്ങളെല്ലാം അവർ ഭഗവാൻ സമർപ്പിക്കുന്നു. കർമ്മഫലം ഇച്ഛയില്ലാതെ ചെയ്യുന്നു. അപ്പോഴ് ഭഗവത് അർപ്പണമാക്കി എല്ലാം ചെയ്യുമ്പോൾ അവർ ഭഗവാനെ അവരുടെ ഹൃദയത്തിൽ അവർക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെയാണ് സ്വന്തം ഹൃദയത്തിലാണ് ആത്മാവിനെ ആദ്യം കണ്ടെത്തേണ്ടത്. ഇതിന് മുഖ്യമായും ജ്ഞാനയോഗമെന്നും കർമ്മയോഗമെന്നും 2 ഉപായങ്ങളാണ് ഭഗവാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ മൂന്നാമതായിട്ട് ധ്യാനയോഗം കൂടെ ഭഗവാൻ പറയുമാണ്. ചിലർ പ്രബലമായ ഏതെങ്കിലും ഉപാസന ശീലിച്ചുകൊണ്ട് വളരെ സമയം അതിനു വേണ്ടി ചിലവഴിച്ച് കർമ്മരംഗത്ത് തന്നെ കഴിയുന്നു. മറ്റു ചിലർ അധിക സമയം കർമ്മങ്ങൾ ചെയ്തു കഴിയവേ തന്നെ ഈശ്വരാർപ്പണ ബുദ്ധി പുലർത്തി ഫലത്യാഗത്തോടുകൂടി ജീവിക്കുന്നു. പ്രത്യേകം അങ്ങനെ സന്യാസിമാരുടെ മാർഗമാണ് ജ്ഞാനയോഗം അഥവാ വിചാരമാർഗം. ഈ വിഭാഗങ്ങളെല്ലാം പ്രാധാന്യത്തെ മാത്രം ആസ്പദമാക്കി ഉള്ളതാണ്. ധ്യാനയോഗമോ ജ്ഞാനയോഗമോ കർമ്മയോഗമോ ഒന്നും കൃത്യമായിട്ടും അനുഷ്ഠിക്കാൻ കഴിയാത്തവരാണല്ലോ ഭൂരിപക്ഷവും അതിന് കഴിയാത്തവരാണ്. അവർക്ക് പ്രാരംഭ സാധന എന്ന നിലയിൽ ശ്രവണമാണ് ചെയ്യേണ്ടത്. ഭഗവത് കഥകൾ കേൾക്കുക, ഭഗവാന്റെ മഹിമകൾ കേൾക്കുക, നിരന്തരമായ ശ്രവണം ചെയ്തുകൊണ്ടിരിക്കണം. അതിന് ശ്രവണ സാധന. അതായത് ധ്യാനയോഗവും ചെയ്യണ്ട, കർമ്മയോഗവും ചെയ്യണ്ട, ജ്ഞാനയോഗവും ചെയ്യണ്ട. പിന്നെ എന്ത് ചെയ്യണം? ശ്രവണ സാധന ചെയ്യണം. അതായത് ഭഗവാനുമായിട്ട് നമുക്കൊരു ഭഗവാനുമായിട്ട് കണക്ട് വേണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭഗവാന്റെ കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കണം. നമ്മളിപ്പോ ലോകവുമായിട്ട് എങ്ങനെയാ കണക്ട് വെക്കണേ? ഫോൺ എടുത്ത് 10 പേരെ വിളിച്ചു, അവരുമായിട്ടൊക്കെ നമ്മൾ കണക്ട് ആയി അല്ലേ? അല്ലെങ്കിൽ 10 പേർക്ക് മെസ്സേജ് അയച്ചു, അല്ലെങ്കിൽ 10 പേരുടെ മെസ്സേജ് നമുക്ക് ഇങ്ങോട്ട് കിട്ടി. അപ്പോഴൊക്കെ നമ്മൾ അവരുമായിട്ട് കണക്ട് ആവുന്നു. അപ്പൊ നമ്മൾക്ക് എന്ത് പറ്റുന്നു? ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യാൻ നമ്മൾ എന്താ വേണ്ടത്? അതുപോലെ തന്നെ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യാൻ ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കണം. ഭഗവാന്റെ കാര്യങ്ങൾ സദാ നമ്മൾ കേട്ടോണ്ടിരുന്നാൽ ഭഗവാനുമായിട്ട് കണക്ട് ആവും. മനസ്സിലായില്ലേ? അതിലാണ് സായി കണക്ട് ഒക്കെ വെച്ചിരിക്കുന്നത്. പലതരത്തിൽ പലരുടെ അനുഭവങ്ങളിലൂടെ ഭഗവാൻ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിലാണ് എത്രയോ പേരെ അനുഗ്രഹിക്കുന്നതൊക്കെ ഈ സായി കണക്ട് വഴി നമുക്ക് ഒരുപാട് കഥകളും എല്ലാ ശ്രവണത്തിലൂടെ എല്ലാം നമുക്ക് ഇനിയിപ്പോ അറിയാൻ അതേ മാർഗമുള്ളൂ. ശ്രവണം വേണം, അല്ലെങ്കിൽ സാധനം വായിക്കണം, സ്വയം വായിച്ചറിയാൻ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. പക്ഷെ ശ്രവണം എല്ലാവർക്കും പറ്റും. അതുകൊണ്ടാണ് ശ്രവണ സാധന. അറിവുള്ളവർ, അത് അനുഭവിച്ചവർ, അത് പഠിക്കുന്നവർ, അത് കേട്ട് അവര് പറയുന്നത് കേൾക്കുന്നതും മതി. അത് കേൾക്കുന്നതാണ് നല്ലത്. ശ്രവണം ക്രമേണ കുറേ ദിവസം നമ്മൾ ഒരേ കാര്യം തന്നെ, ഇപ്പൊ ഭഗവാന്റെ കാര്യം തന്നെ നമ്മൾ കേൾക്കുമ്പം നമുക്ക് അതിലൊക്കെ അഭിരുചി ഉണ്ടാവുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ ജ്ഞാനപ്പാനയൊക്കെ പഠിച്ചുകൊണ്ട് പൂന്താനത്തിന്റെ ഒരു കവിത കേട്ടപ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്നു. ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്ത ആ കവിത, അത് നമ്മൾക്ക് ഭഗവാനെ നമുക്ക് നേരിട്ട് കാണുന്ന ഒരു ഫീലിംഗ് ആണ്. നമ്മുടെ അവസാന കാലത്ത് ഇത് ചെയ്യാൻ സാധിക്കണേ നമുക്ക് തോന്നിപ്പോവും. അത്ര മധുരമായിട്ടാണ് പൂന്താനം നമ്പൂതിരി ആ കവിതകളുടെ ഓരോ വരികളും എഴുതിയിരിക്കുന്നത്. അത് മനോഹരമായിട്ട് പാടിയിരിക്കുന്നു. അപ്പം അങ്ങനെ നമ്മൾ ശ്രവണം നിരന്തരം ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. അതിനാണ് മനനം എന്ന് പറയുന്നത്. മനനം എന്ന് വെച്ചാൽ എന്താ? ചിന്തിക്കുക. ആ കേട്ട കാര്യങ്ങളെ പറ്റി, അത് കേട്ട് ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ കളയാതെ ആ കേട്ട കാര്യങ്ങളെ ഉള്ളിൽ നിർത്തിക്കൊണ്ട് അതിനെപ്പറ്റി ആലോചിക്കുക, മനനം ചെയ്യുക. അതിനൊരു നിധിധ്യാസനം. മനനം ചെയ്താൽ നിധിധ്യാസനം ചെയ്യും. എന്താണ് നിധിധ്യാസനം എന്ന് പറഞ്ഞത്?
അതിനെ അഭ്യസിക്കുക. കേട്ടതിനെ ചിന്തിക്കുക, ചിന്തിച്ചതിനെ വീണ്ടും നമ്മൾ പ്രാവർത്തികമാക്കുക. അതിനാണ് നിധിധ്യാസനം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നിധിധ്യാസനം നമ്മൾ അഭ്യസിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? കേട്ടതൊക്കെ ശരിയാണോ, അങ്ങനെ നമ്മൾ ചിന്തിച്ച് മനനം ചെയ്ത് ഉറപ്പിക്കുമ്പോൾ നമുക്കത് ചെയ്തു നോക്കാം എന്ന് തോന്നും. ചെയ്തു നോക്കുമ്പോൾ നമുക്ക് എന്ത് പറ്റും? തീർച്ചയായിട്ടും നമുക്ക് ആത്മസാക്ഷാത്കാരം ലഭിക്കും. നമ്മൾ ആത്മദർശന സമർത്ഥരായി തീരും. അതാണ്, ഇക്കാര്യമാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാൻ അടുത്ത പദ്യത്തിൽ ഇത് തന്നെയാണ് പറയാൻ പോണത്. ശ്രവണത്തിലൂടെ നിങ്ങൾ ഭഗവത് കാര്യങ്ങൾ കേൾക്കണം. അന്യേ തേവമാജാനന്ദ സുത്വാനേഭ്യ ഉപാസതേ തേപി ചാതിതരം ദേവാ മൃത്യും ശ്രുതി പരായണാഹ. ഏവം അജാനന്ദ, അതായത് ഇങ്ങനെ ധ്യാനം ചെയ്യാനോ അല്ലെങ്കിൽ കർമ്മയോഗമോ ജ്ഞാനയോഗമോ ഒന്നും വശമില്ലാത്തവർ, അതിനെക്കുറിച്ചൊന്നും വ്യക്തമായ ഒരു അറിവുമില്ലാത്തവർ, അന്യേഭ്യ സുത്ത, അവയെക്കുറിച്ച് അറിയാവുന്നവർ പറയുന്നതൊക്കെ ആവർത്തിച്ച് കേട്ട്, അതായത് നമ്മളിപ്പോ ഒരുപാട് ഭാഗവത സപ്താഹങ്ങൾക്കൊക്കെ ഒരുപാട് പേര് പോകുന്നു. ഇപ്പൊ പിന്നെ വൈശാഖ മാസം തുടങ്ങിയപ്പം അനന്ത പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ, എനിക്ക് അറിയാം എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടാവും, പത്മനാഭസ്വാമി ക്ഷേത്രത്തില് എല്ലാ ദിവസവും രാവിലെ 8 തൊട്ട് 10 വരെ എല്ലാവരും കൂടെ ഇരുന്നിട്ട് 3 തവണയോ 5 തവണയോ മറ്റോ വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ പറഞ്ഞു അവിടുത്തെ തന്ത്രി. കാരണം എന്തോ ചെറിയ നമുക്ക് ചെറിയ ഒരു ഇത് നെഗറ്റീവിസം ഒരുപാട് ഇപ്പൊ വരുമല്ലോ, നെഗറ്റീവ്സ് ആണല്ലോ നമ്മുടെ നാട്ടിൽ ചുറ്റും ഉള്ളത്. അതിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് വിഷ്ണു സഹസ്രനാമം എല്ലാവരും കൂടെ ചേർന്നിരുന്ന് വിശാഖ മാസത്തിൽ ചെല്ലണം എന്ന് പറയുന്നു. അതാണ് ശ്രവണം. അങ്ങനെ ശ്രവണം ചെയ്ത് നമ്മൾ ആവർത്തിച്ച് അറിയുന്നവ പറയുന്നത് ആവർത്തിച്ച് കേൾക്കുന്നതാണ് നമ്മൾ ഭാഗവത സപ്താഹങ്ങളിലും ഭാഗവത സത്രങ്ങളിലും ചെയ്യുന്നത്. അതിനെ തന്നെ തട്ടി നാരായണീയം ക്ലാസ്സുകളൊക്കെ അവരൊക്കെ അത് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെ പഠിക്കുന്ന പണ്ഡിതന്മാർ, അതിൽ തന്നെയാണ് മുഴുവൻ ശ്രദ്ധയും അവർ കൊടുത്തിരിക്കുന്നത്. ബാക്കി എല്ലാം സെക്കൻഡറിയാണ്. ഇത് തന്നെ മുഴുവൻ ശ്രദ്ധയും കൊടുത്ത് അത് പഠിച്ച് അതിനെപ്പറ്റി പ്രഭാഷണങ്ങൾ ഉണ്ടാക്കി അത് പറഞ്ഞ് പഠിപ്പിച്ച് അങ്ങനെയുള്ളവർ പറയുന്നത് ആവർത്തിച്ച് കേൾക്കുമ്പം നമുക്ക് പിന്നെ നമുക്ക് ഭഗവാനെ അറിയാൻ പറ്റുന്നു. അതുപോലെ ഇനി ചിലർ ആകട്ടെ എന്നെ ഉപാസിക്കാൻ തുടങ്ങുന്നു, എന്നെ ഭജിക്കാൻ തുടങ്ങുന്നു. ശ്രുതി പാരായണാതെ അഭി, വീണ്ടും വീണ്ടും എന്റെ കാര്യങ്ങൾ കേൾക്കാനാണ് അവർക്കും താല്പര്യം. മൃത്യും അതിരന്തി ഏവ, അവരെങ്ങനെ മൃത്യുവിനെ ജയിക്കുക തന്നെ ചെയ്യും. എന്ന് വെച്ചാൽ എന്താണ് മൃത്യുവിനെ ജയിക്കുക എന്ന് വെച്ചാൽ? നമ്മുടെ ശരീരം മരിക്കില്ല എന്നാണോ? അല്ല, ശരീരം മരിക്കുന്നത് അല്ല മൃത്യു എന്ന് പറയണത്. മൃത്യു എന്ന് പറയണത് മൃത്യു നമ്മളെ ബാധിക്കില്ല എന്ന് പറയുന്നത് നമ്മൾ അമരരാകും എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ഭഗവാനിൽ തന്നെ ലയിച്ചു ചേരും. അതാണ്. ധ്യാന സംഖ്യ കർമ്മയോഗങ്ങളെ കുറിച്ചൊന്നും വ്യക്തമായ അറിവില്ലാത്തവർ അവയെക്കുറിച്ച് അറിയാവുന്നവർ പറയുന്നതൊക്കെ ആവർത്തിച്ച് കേൾക്കുമ്പോൾ എന്നെ ഭജിക്കാൻ തുടങ്ങുന്നു. അത് കേട്ട് വിശ്വാസം വന്നപ്പം, അതാണ് മനനം ചെയ്ത് വിശ്വാസം വന്നപ്പോ എന്നെ ഭജിക്കാൻ തുടങ്ങുന്നതാണ് നിധിധ്യാസനം. അത് അഭ്യസിക്കുകയാണ്. വീണ്ടും വീണ്ടും എന്റെ കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ള അവരും മരണത്തെ ജയിക്കുക തന്നെ ചെയ്യും. അതായത് മരണഭീതി ഒന്നുമില്ല, ജീവിച്ചിരിക്കെ തന്നെ ആനന്ദം അനുഭവിക്കുന്നതിനാണ് മരണമില്ല എന്ന് പറയുന്നത്. അമൃത്യു, അമൃത്യു എന്ന് പറഞ്ഞാൽ അത്ര തന്നെ ഉള്ളൂ. അമൃതം ഗമയ എന്ന് പറഞ്ഞാൽ നമ്മൾ മരിക്കില്ല എന്നല്ല അർത്ഥം. നമ്മൾ മരണത്തെപ്പറ്റി നമ്മുടെ ബോധം, നമുക്ക് അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല, അത് നമ്മളെ ബാധിക്കുന്നില്ല. അതാണ്. അങ്ങനെ അവരും മരണത്തെ ജയിക്കുക തന്നെ ചെയ്യും. വേദാന്ത ശാസ്ത്രപ്രകാരം ദേഹത്യാഗമല്ല യഥാർത്ഥ മൃത്യു, സത്യത്തിൽ നിന്ന് അകലുന്നതാണ് മരണം. സത്യം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാൻ, പരമാത്മൻ. അതാണ് സത്യം, യാഥാർത്ഥ്യം. ഒരേ ഒരു സത്യമേ ഉള്ളൂ, ഭഗവാൻ. ആ സത്യത്തിൽ നിന്ന് നമ്മൾ അകന്നു പോയാൽ അതിനാണ് നമ്മൾക്ക് മരണം എന്ന് പറയുന്നത്. സത്യത്തോട് അടുക്കുന്നതാണ് ജീവിതം. ഭാരതത്തിൽ തന്നെയുള്ള ഈശ്വര വിസ്മൃതി അഥവാ ആത്മവിസ്മൃതിയാണ് പ്രമാദം എന്ന് പറയുന്നത്. ഭ്രാന്ത് പോലെ പ്രമാദം, ഒരു പ്രമാദമാണെന്ന് പറയില്ലേ നമ്മള്. അതിന്റെ അർത്ഥം എന്താണ്? പ്രമാദ രൂപമായ മരണം നമുക്ക് വിസ്മൃതിയാണ്. പ്രമാദം എന്ന് പറയുന്നത് വിസ്മൃതിയാണ്. നമ്മൾ ഭഗവാനെ ഓർക്കുന്നതേ ഇല്ല. ലോക ജീവിതത്തിൽ അങ്ങനെ മുഴുകി നിറച്ച് അങ്ങനെ നടക്കും. അപ്പൊ ഈശ്വര വിസ്മൃതി അഥവാ ആത്മവിസ്മൃതിയാണ് പ്രമാദം. ഈ പ്രമാദരൂപമായ മരണം വരാതിരിക്കണമെങ്കിൽ താൻ എത്തി നിൽക്കുന്നിടം എപ്പോഴും അവിദ്യയാണെന്നറിഞ്ഞ് വിദ്യാമാർഗത്തിൽ മുന്നോട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കണം. അതായത് നമുക്ക് പ്രമാദം എന്ന് പറഞ്ഞാൽ ബോധമില്ലായ്മ. പ്രമാദം എന്ന് വെച്ചാൽ ഭ്രാന്ത്. എന്താണ് ആ ഭ്രാന്ത്? ഭഗവാനെ അറിയാത്ത
ഈ നമ്മുടെ സംസാര ജീവിതത്തിൽ മുഴുകിയുള്ള ഭ്രാന്ത് തന്നെയാണത്. മനസ്സിലായല്ലേ? സ്വാമി പറയും, ഭഗവാനെ പറ്റിയുള്ള ഭ്രാന്താണ് ഭേദം ലോകത്തെ പറ്റിയുള്ള ഭ്രാന്തിനേക്കാളും. ഭ്രാന്തനായിക്കോളൂ, പക്ഷെ ഭഗവാനെ കുറിച്ച് ഭ്രാന്തനാവൂ എന്ന് പറയും. വിദ്യാമാർഗം അവിദ്യാമാർഗം. അവിദ്യാമാർഗം എന്ന് പറഞ്ഞാൽ അജ്ഞാനത്തിന്റെ മാർഗം, വിദ്യാമാർഗം എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിന്റെ മാർഗം. അങ്ങനെ പിന്നോട്ട് പോയാൽ വീണ്ടും എപ്പോഴും നമ്മൾ മുന്നോട്ട് വിദ്യാമാർഗത്തിൽ ചലിച്ചുകൊണ്ടേയിരിക്കണം. അതായത് എപ്പോഴും ഈ ഒരു ശ്രവണത്തിലൂടെ നമ്മൾ എപ്പോഴും ഭഗവാനുമായിട്ടുള്ള കോണ്ടാക്ട് വെച്ചോണ്ടേയിരിക്കണം. അല്ലെങ്കിൽ എന്താവും, നമ്മൾ പിന്നെയും പുറകോട്ട് പോകും. 2 സ്റ്റെപ്പ് മുന്നോട്ട് പോയി 3 സ്റ്റെപ്പ് പുറകോട്ട് പോകും. അങ്ങനെ ആയി പോകും നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് പിന്നെ അമൃതത്വത്തിലേക്കുള്ള മുന്നേറ്റം അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം മുന്നോട്ടുള്ള ഭാഗമാണ് വിദ്യ, പുറകോട്ടുള്ള പോക്കിനെയാണ് അവിദ്യ എന്ന് പറയുന്നത്. ഇനി പോകാനിടമില്ലാത്തൊരു സ്ഥലത്ത് മുന്നോട്ട് പോയി 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 നമ്മളൊരു മതിലിന്റെ അടുത്ത് നിന്ന് നിന്നു നേരിക്കട്ടെ. അപ്പം മതിലിൽ നിന്ന് നമ്മൾ നിന്നുപോയി, ഇനി നമുക്ക് അങ്ങോട്ട് പോകാൻ സ്ഥലമില്ല എന്നില്ല. അതുപോലെയാണ് ഈശ്വരനാവുന്ന വൻ മതിലിൽ ചെന്ന് മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിടത്തും പോകേണ്ട ആവശ്യം വരുന്നില്ല. അവിടെ തന്നെ നമുക്ക് സ്ഥിരമായിട്ട് നിൽക്കാം. അപ്പം ഇടമില്ലാത്ത ഒരു സ്ഥലത്തെത്തിയാൽ പൂർണ്ണമായ അമൃതത്വം. അവിടെ ചെന്ന് ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ അമൃതത്വമായി കഴിഞ്ഞു. നമുക്ക് ഭഗവാനിൽ നമ്മളെ ലയിക്കുകയാണ്. പിന്നെ വിദ്യാവിദ്യകളെ ഒരുമിച്ചറിഞ്ഞാൽ മാത്രമേ ഈ അഭംഗുരമായിട്ട് ഈ യാത്ര നമുക്ക് തുടരാൻ പറ്റൂ. അവിദ്യ എന്താണെന്ന് അറിയണം, വിദ്യ എന്താണെന്ന് അറിയണം. എന്നാലേ നമുക്ക് എന്താണ് നേടണം എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയാണ് എല്ലാ ക്ഷേത്രങ്ങളുടെയും ക്ഷേത്രജ്ഞനായി ഭഗവാൻ നിലകൊള്ളുന്നു എന്ന് പറഞ്ഞുവല്ലോ. ക്ഷേത്രജ്ഞന്മാരെന്ന 2 ഘടകങ്ങൾ എല്ലായിടത്തും അനുഭവപ്പെടുന്നില്ലല്ലോ. അതായത് ക്ഷേത്രനും ക്ഷേത്രജ്ഞനും എന്നുള്ള വ്യത്യാസം. എല്ലാം നമ്മൾ ജഡരൂപങ്ങളായിട്ട് കാണുന്നു. അതിന്റെ രഹസ്യം എന്താണെന്നാണ് അർജുനൻ ചോദിക്കുന്നു. അപ്പൊ ഭഗവാൻ അതിന് മറുപടിയായിട്ട് പറയുകയാണ്, ക്ഷേത്രജ്ഞനില്ലാത്ത കേവല ജഡം എന്നൊന്നില്ല. ക്ഷേത്രജ്ഞനില്ലാത്ത ജഡരൂപങ്ങളില്ല. എല്ലാ ജഡരൂപങ്ങളിലും ക്ഷേത്രജ്ഞനുണ്ട്. ക്ഷേത്രമാണ് അതിൽ. ക്ഷേത്രജ്ഞനില്ലാതെ ഒരു ജഡരൂപവും ഇല്ല എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ജഡരൂപം എന്ന് വെച്ചാൽ ഈ പ്രകൃതിയിലുള്ള നമ്മൾ ജീവിച്ചിരിക്കുന്ന എല്ലാ രൂപങ്ങളും, വൃക്ഷലതാദികളും പക്ഷിമൃഗാദികളും എല്ലാം. മനസ്സിലായില്ലേ? യാവൻ സംജാതയേ കിഞ്ചിത് സത്വം സ്ഥാവര ജംഗമം ക്ഷേത്രജ്ഞ സംയോഗാത് തദ്വിധി പരതർഷഭഃ. എല്ലാത്തിനെ പറ്റി ഭഗവാൻ അതാണ് പറയണത്. അല്ലയോ അർജുന, ഭരതർഷഭ, സ്ഥാവര ജംഗമം, ചലിക്കാത്തതോ ചലിക്കുന്നതോ ആയി, കിഞ്ചിത് സത്വം, എന്തെങ്കിലും ഒരു പദാർത്ഥം, യാവ സംജായതേ, എപ്പോൾ രൂപപ്പെടുന്നതായി കാണുന്നുവോ അത് ക്ഷേത്രജ്ഞ സംയോഗത്തിന്റെ കൂട്ടിച്ചേരൽ കൊണ്ടാണെന്ന് അറിഞ്ഞുകൊള്ളൂ. അതായത് ക്ഷേത്രനും ക്ഷേത്രജ്ഞനും കൂടുമ്പോൾ മാത്രമേ ഒരു സംഭവം ഉണ്ടാവുള്ളൂ. ക്ഷേത്രജ്ഞൻ ഇല്ലാതെ ഒരു സംഭവം ഉണ്ടാകയില്ല. അല്ലയോ അർജുന, അത് സ്ഥാവര ജംഗമങ്ങളിൽ പോലും, അവര് പക്ഷിമൃഗ ജീവിക്കുന്നതിൽ മാത്രമല്ല, ജീവനില്ലാത്തവയിലും അതാണ് സംഭവിക്കുന്നത്. അല്ലയോ അർജുന, ചലിക്കാത്തതോ ചലിക്കുന്നതോ ആയി എന്തെങ്കിലും ഒരു പദാർത്ഥം രൂപപ്പെടുന്നതായി കാണുന്നുവോ അത് ക്ഷേത്രത്തിന്റെയും ക്ഷേത്രജ്ഞന്റെയും കൂടിക്കലകൾ കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. ബോധവസ്തു എന്ന് പറഞ്ഞാൽ ആരാണ്? ഭഗവാനെയാണ് ഈ വസ്തു എന്നൊക്കെ പറയണത്. അതായത് പരമാത്മനെ, പരബ്രഹ്മത്തെ. ശക്തി സ്പന്ദനമാണ് ക്ഷേത്രത്തിന്റെ ആരംഭം. ക്ഷേത്രം എന്ന് വെച്ചാൽ ശരീരങ്ങൾ. ഈ ലോകത്ത്, ഈ പ്രപഞ്ചം മുഴുവൻ ശരീരങ്ങളാണല്ലോ. ഈ ശരീരങ്ങളുടെ ആരംഭം എവിടെയാണ്? ഭഗവാനിൽ ശക്തി സ്പന്ദനം ഉണ്ടായതുകൊണ്ട്, ചലനം ഉണ്ടായതുകൊണ്ടാണ് ഈ ക്ഷേത്രം ഉണ്ടായത്. ശക്തി സ്പന്ദിക്കുന്നതോടെ ഓരോ സ്പന്ദനത്തിലും ആശ്രയമായ ബോധം പ്രതിബിംബിക്കുന്നു എന്ന് കാണേണ്ടതാണ്. ഓരോ സ്പന്ദനത്തിനുമുള്ള ബോധ പ്രതിബിംബം, അതായത് ഭഗവാന്റെ തന്നെ പ്രതിബിംബമായിട്ടാണ് ജീവൻ അഥവാ ക്ഷേത്രജ്ഞൻ. ജീവന്റെ ഉൽപ്പത്തി തിരക്കിട്ട് അന്വേഷിക്കുന്നവർ ശക്തി സ്പന്ദനമാണല്ലോ അന്ധക്കരണവും സ്ഥൂല ജഡരൂപങ്ങൾ ആയിട്ട് മാറുന്നത്. ശക്തി സ്പന്ദനത്തിന്റെ ഈ രൂപപരിണാമത്തിൽ അന്ധകരണത്തിന്റെ ഘട്ടം കഴിഞ്ഞാൽ പരിണാമങ്ങൾക്ക് കട്ടി കൂടുന്നത് കൊണ്ട് ബോധപ്രതിബിംബം തെളിയാതെ പോകുന്നു. അതുകൊണ്ടാണ് ശുദ്ധജടങ്ങൾക്ക് ക്ഷേത്രജ്ഞാനുഭവം ഇല്ല എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ക്ഷേത്രജ്ഞാനുഭവം ഇല്ലല്ലോ. ഇപ്പൊ പർവ്വതത്തിനോ മലകൾക്കോ നദികൾക്കോ ഒക്കെ ക്ഷേത്രജ്ഞ അനുഭവം ഉണ്ടെന്ന് നമുക്ക് പറയാൻ അറിയില്ല. പക്ഷെ അതുകൊണ്ട് അവര് പറയുന്നില്ല, അവര് ചെയ്യുന്നില്ല, നമുക്ക് മനസ്സിലാവില്ല എന്ന് വെച്ചിട്ട്
അതിൽ ക്ഷേത്രജ്ഞനില്ല എന്ന് പറയാൻ പറ്റില്ല. അതാണ് ഭഗവാൻ പറയണത്. നിങ്ങൾക്ക് ശുദ്ധജനങ്ങൾക്ക് ക്ഷേത്രജ്ഞാനുഭവം ഇല്ലെന്ന് തോന്നുന്നു, പക്ഷെ അതിലതില്ല എന്ന് പറയുവാൻ സാധിക്കില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ശുദ്ധജഡത്തിൽ ക്ഷേത്രജ്ഞാനുഭവം തീരെ മങ്ങിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് അവയിൽ ക്ഷേത്രജ്ഞനില്ലെന്ന് ധരിക്കുവാൻ പാടില്ല. അവയിലെ ഓരോ ശക്തി സ്പന്ദനവും ബോധപ്രതിബിംബം ഉൾക്കൊള്ളുന്ന പ്രാണന്റെ അംശമെന്ന് ഓർക്കണം. പരിണാമഗതി മാറിയാൽ അവയിൽ തന്നെ ക്ഷേത്രജ്ഞൻ തെളിഞ്ഞ് അനുഭവപ്പെടുകയും ചെയ്യും. മഹത്തായ ഈ ശാസ്ത്ര രഹസ്യമാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഓരോ 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 പരിണാമത്തിലും ഭഗവാന്റെ പ്രാണന്റെ അംശം, അതുകൊണ്ടാണ് ചലനം ഉണ്ടാവുന്നത് എന്ന് ശുദ്ധ ജഡം വരെ എല്ലാം ക്ഷേത്രജ്ഞ സംയോഗം കൊണ്ട്, എല്ലാം ഈ പ്രപഞ്ചത്തിലെ സർവ വസ്തുക്കളും ക്ഷേത്രജ്ഞനായ പരമാത്മാവിന്റെ സമ്പർക്കം കൊണ്ട് മാത്രമാണ് ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. പലത് കാണുന്നത് വരെ വസ്തു ഒന്നേ ഉള്ളൂ എന്ന സത്യത്തോടെ അടുപ്പിക്കുവാനുള്ള ഉപായമാണ് ക്ഷേത്രജ്ഞ വിവരണവും മറ്റും. അന്തിമ വിശകലനത്തിൽ ക്ഷേത്രജ്ഞൻ മാത്രമേ ഉള്ളൂ എന്ന് തെളിയും. ക്ഷേത്രമോ ക്ഷേത്രജ്ഞൻ സ്വശക്തിയെ അവലംബിച്ച് തന്നിൽ തന്നെ ഉണ്ടാക്കുന്ന വെറും കാഴ്ചയാണ്. ഭഗവാനിൽ തന്നെ. ഭഗവാൻ ആദ്യം എന്താ പറഞ്ഞിരിക്കണേ? വേദങ്ങളിൽ എന്താ പറഞ്ഞിരിക്കണേ? ഐ സെപ്പറേറ്റഡ് മൈസെൽഫ് ഫ്രം മൈസെൽഫ് ടു എൻജോയ് ആൻഡ് ലവ് മൈസെൽഫ്. ഞാൻ എന്നെ തന്നെ വേർതിരിച്ചു പലതായിക്കൊണ്ട് എന്തിന്? എനിക്ക് സ്നേഹിക്കുവാനും എനിക്ക് ആസ്വദിക്കാനും. അപ്പൊ എന്താണ് സർവ്വതും? പ്രപഞ്ചം മുഴുവൻ, ചരാചരങ്ങളും ചാവര ജംഗമങ്ങളും ജീവജാലങ്ങളും എല്ലാം ഭഗവാന്റെ തന്നെ പ്രത്യക്ഷതയാണ്, ഭഗവാന്റെ തന്നെ കാഴ്ചയാണ്. ഭഗവാനിൽ നിന്ന് വേർതിരിഞ്ഞു എന്ന് നമുക്ക് തോന്നുന്ന കാഴ്ച മാത്രമാണ്. ഈ ജീവ ബ്രഹ്മാക്യ അനുഭവത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഇനി ഭഗവാൻ ചെയ്യാൻ പോണത്. അതായത് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഐക്യം, അതാണ് ഇനി ഭഗവാൻ പറയാനായിട്ട് പോകുന്നത്. സമം സർവേഷു ഭൂതേഷു തിഷ്ടന്തം പരമേശ്വരം വിനശ്യസ്സ വിനശ്യന്തം യപശ്യതി സപശ്യതി. പശ്യതി എന്ന് വെച്ചാൽ കാണുക. വിനൽസൽസു കണ്ടിരിക്കവേ ഇല്ലാതെയാകുന്ന സർവേഷു ഭൂതേഷു എല്ലാ ജഡദൃശ്യങ്ങളിലും. നോക്കിക്കൊണ്ടിരിക്കുമ്പോ അയ്യോ ഇന്നലെ കണ്ട ആളെ ഇന്ന് കണ്ടില്ല, കുറച്ചു മുമ്പേ കണ്ട ആളെ ഇന്ന് കണ്ടില്ല എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അതെന്താണ്? എല്ലാ ജഡദൃശ്യങ്ങളും അങ്ങനെ തന്നെയാണ്, കണ്ടിരിക്കവേ തന്നെ ഇല്ലാതെയാകുന്നു. മനസ്സിലായില്ലേ? സമം തിഷ്ടന്തം ഒരുപോലെ തങ്ങി നിൽക്കുന്ന, അവിനശ്യന്തം ഒരിക്കലും ഇല്ലാത്ത പരമേശ്വരൻ, ജഗത്തിന് മുഴുവനും ആശ്രയമായ ഈശ്വരനെയാണ് പരമേശ്വരൻ എന്ന് പറയുന്നത്. യ പശ്യതി ആര് കാണുന്നുവോ സ പശ്യതി അവൻ എല്ലാം കാണുന്നു, അവൻ സത്യം അറിയുന്നു. കണ്ടിരിക്കവേ തന്നെ ഇല്ലാതെയാകുന്ന എല്ലാ ദൃഢദൃശ്യങ്ങളും ഒരുപോലെ തങ്ങി നിൽക്കുന്ന, ഒരിക്കലും അഴിവില്ലാത്ത, ഒരിക്കലും ഒരു കുറവും വരാത്ത, ഒരു ച്യുതിയും ഉണ്ടാകാത്ത, ജഗത്തിന് മുഴുവനും ആശ്രയമായ ഈശ്വര സത്തയെ ആര് കാണുന്നുവോ അവൻ സത്യം കാണും. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾ സൂര്യോദയം കണ്ടോണ്ടിരുന്നാൽ അറിയാം. നമ്മൾ സൂര്യോദയം നോക്കുമ്പോ എന്ത് ഭംഗി, നല്ല ചുമന്ന സൂര്യൻ എങ്ങനെ അരുണോദയം. പെട്ടെന്ന് ഒരു 10 മിനിറ്റ് പോലും കഴിയണ്ട, അതിന് മുമ്പേ പൊണ്ണി ഉയർന്നു കഴിഞ്ഞു, വെള്ള നിറമായി. കുറച്ചും കൂടെ ഉയർന്നപ്പോ രശ്മി വർഷിച്ചു, ചൂട് വർദ്ധിച്ചു, അങ്ങനെയുള്ള മാറ്റം നമ്മുടെ കൺമുമ്പിലാണ് ഈ മാറ്റം സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ആ മാറ്റത്തിന്റെ പിന്നിൽ ആരാണ്? സ്വാമി പറഞ്ഞ നല്ലൊരു ഉദാഹരണം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരിക്കൽ സ്വാമി പറഞ്ഞു, പ്രഭാഷണ വേളയിൽ സ്വാമി പറഞ്ഞു, ഓട്ടോമാറ്റിക് ലൈറ്റ്സുకు അധിപുడు దేవుడు. ഓട്ടോമാറ്റിക് ലൈറ്റുകൾക്കെല്ലാം അധിപൻ ദേവനാണത്രേ. അപ്പൊ കസ്തൂരി സ്വാമിക്ക് മനസ്സിലായില്ല, അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയാനായിട്ട് മനസ്സിലായില്ല. അപ്പൊ അങ്ങേര് ഇങ്ങനെ മിഴുങ്ങസ്യാന്ന് നിന്നു. അപ്പൊ പറഞ്ഞു, ആ കസ്തൂരി എന്താണ് നീ ഒന്നും പറയാതെ നിൽക്കുന്നത്, ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു സ്വാമി. സ്വാമി എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ മനസ്സിലായില്ലേ? ഭഗവാൻ പ്രപഞ്ചത്തെ പറ്റി പറയുകയാണ്, മനസ്സിലായില്ലേ? പ്രപഞ്ചത്തിലെ ഈ സൗരയൂഥങ്ങളും ഗ്രഹങ്ങളെയൊക്കെ പറ്റി പറയുമ്പോഴാണ്, ആ ഒരു പ്രഭാഷണ വേളയിലാണ് പറയുന്നത്, ഓട്ടോമാറ്റിക് ലൈറ്റ്സുക്കു അധിപുడు దేవుడు എന്ന്. ഓട്ടോമാറ്റിക് ലൈറ്റുകൾക്കൊക്കെ അധിപൻ ദേവനാണ് അത്ര. അപ്പം പിന്നെ ഇമ്മീഡിയറ്റ്ലി കസ്തൂരി സ്വാമി എന്താ വിചാരിച്ചത്? ഈ റോഡിൽ കാണുന്ന ഒരുപാട് ഓട്ടോമാറ്റിക് ലൈറ്റുകളില്ലേ നമുക്ക്, ഈ ട്രാഫിക് ലൈറ്റ്സ് ഒക്കെ, അതിന്റെയൊക്കെ അധിപൻ ദേവനാണെന്ന്. എന്താണ് നിങ്ങൾക്ക് മനസ്സിലായില്ല? അപ്പൊ ഭഗവാൻ പറഞ്ഞു, അപ്പൊ ഭഗവാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു. ഭഗവാൻ പറഞ്ഞു, അത്
നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പം, നിങ്ങൾ കാറിലോ ബസ്സിലോ ഒക്കെ സഞ്ചരിക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ വണ്ടി നിൽക്കും അല്ലേ? എന്തുകൊണ്ടാണ് നിൽക്കുന്നത്? പച്ച, ചുവപ്പ്, നീല, പച്ച, ചുവപ്പ്, പിന്നെ വെള്ള എന്ന് പറഞ്ഞ് ലൈറ്റ്സ് ഇങ്ങനെ വരും. ആ ലൈറ്റ്സിന് ഓട്ടോമാറ്റിക് ലൈറ്റ്സ് ഓട്ടോമാറ്റിക് ആയിട്ടാണ് വരുന്നത്. പോകുമ്പോ എല്ലാ സ്ഥലത്തും, എല്ലാ പിന്നെ നാലു കൂടുന്നിടത്ത് എല്ലായിടത്തും ഈ ഓട്ടോമാറ്റിക് ലൈറ്റ്സ് തന്നെത്താനെ കത്തുന്നു, തന്നെത്താനെ നിറം മാറുന്നു, തന്നെത്താനെ അണയുന്നു. നിങ്ങൾ അതനുസരിച്ച് നിങ്ങളുടെ ട്രാഫിക് എങ്ങനെ ഒഴുകുന്നു. ഏതെങ്കിലും ഒരു ഡ്രൈവർ എന്നെങ്കിലും ഇത് എങ്ങനെയാണ് ഈ ലൈറ്റ് ഇങ്ങനെ വരിക പോവുക ചെയ്യുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഏതോ ഒരു ശക്തി അതിന്റെ പുറകിൽ ഇരുന്നു കൊണ്ട് അതിനെ ചലിപ്പിക്കുന്നുണ്ട്. ഏതോ ഒരാള് കൃത്യമായിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ആ സ്വിച്ച് 1 2 3 ഇടുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ പച്ച, മഞ്ഞ, നീല എന്ന് പറഞ്ഞ് വരുന്നത്, ചുമപ്പ് എന്ന് പറഞ്ഞ് വരുന്നത്. അല്ലെങ്കിൽ എങ്ങനെ വരും? അതുപോലെ ഈ ലോകമായി പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സർവ്വഗ്രഹങ്ങളും എല്ലാം ഓർബിറ്റിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ലക്ഷോപലക്ഷം കോടാനുകോടി നക്ഷത്രങ്ങൾ, അവയെല്ലാം ജലിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. നിങ്ങൾ കാണുന്നില്ലേ? ഓട്ടോമാറ്റിക് ലൈറ്റ്സ് അതിനെല്ലാം അധിപടു ദേവിടു, അതിനെയൊക്കെ ചലിപ്പിക്കുന്ന ഒരു ശക്തി അതിന്റെ പിന്നിലുണ്ടെന്ന് നിങ്ങൾ മറന്നു പോകുന്നു എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അതായത് ഈ ഓട്ടോമാറ്റിക് ലൈറ്റ്സിന്റെ പിന്നിൽ അത് ചലിപ്പിക്കാൻ ഏതോ ഒരു റിമോട്ടോ, ഏതോ ഒരു കൺട്രോൾ, ആ റിമോട്ട് ആണെങ്കിൽ ഒരാൾ കൺട്രോൾ ചെയ്യണമല്ലോ, ഒരാളുണ്ട്. അത് നിങ്ങൾ ഓർക്കുന്നില്ല. അത് തന്നെയാണ് പ്രപഞ്ചത്തിലും സംഭവിക്കുന്നത്. പ്രപഞ്ചത്തിലും അതുപോലെ കൺട്രോൾ ചെയ്യാനായിട്ടൊരു മഹാശക്തി അതിന്റെ പിന്നിലുണ്ട്. അത് മനസ്സിലാക്കണം എന്ന് പറയണം. ഉണ്ടായി മറയുന്ന ശക്തി സ്പന്ദനം മുതൽ ശുദ്ധ ജഡം വരെയുള്ള ജഡദൃശ്യങ്ങളുടെ യാഥാർത്ഥ്യം എന്താണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിലാണ് സത്യാന്വേഷണം എന്ന് പറയുന്നത്. സത്യാന്വേഷണം വെച്ചാൽ ഈശ്വരനെ അന്വേഷിക്കുന്നതിനാണ് സത്യാന്വേഷണത്തിന്റെ മറ്റൊരു പേരാണ് ഈശ്വരനെ അന്വേഷിക്കുക. ഈ സത്യാന്വേഷണം എവിടെ ചെന്ന് അവസാനിക്കും? ആകാശം പോലെ സർവത്ര സമമായ ഒരു മാറ്റവുമില്ലാത്ത വസ്തുവിലാണ് ഈ കാഴ്ചകളെല്ലാം ഉണ്ടായി മറയുന്നത് എന്ന് ആകാശം തന്നെ കാണാൻ നമ്മൾക്ക് കാണുന്നിടത്ത് ഈ അന്വേഷണം അവസാനിക്കും. അതായത് ആകാശം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറയുന്ന പഞ്ചഭൂതമായ ആകാശമല്ല, അതിനുമുപരി ഏതോ ഒരു ആകാശമുണ്ട് അല്ലെ? ആ ആകാശം എന്ന് വെച്ചാൽ ഒന്നുമില്ലാത്ത അവസ്ഥയാണ്, അവിടെ ഒന്നുമില്ല. അപ്പോ അതിന് ഷേപ്പില്ല, രൂപമില്ല, സർവവ്യാപിയായി നിൽക്കുന്നു. അപ്പൊ ആകാശം തന്നെ കാണുന്നില്ല. ശുദ്ധശൂന്യമായ കണ്ണുകൾക്ക് ആകാശം വിചിത്രമായ പ്രപഞ്ചത്തിന് എങ്ങനെ ഉൽപ്പത്തി സ്ഥാനമാകും? ശൂന്യത വസ്തുവല്ല, അതിലൊരു കാഴ്ചയും തെളിയുകയില്ല. അപ്പോൾ ആകാശത്തിന്റെ ശൂന്യസ്ഥിതിയെ പോലും അനുഭവിക്കുന്ന ഒരു ഉണ്മ ആകാശത്തിന് പോലും ആസ്പദമായി ഉണ്ടാകാനേ പറ്റൂ. ഈ ആകാശത്തിനും ആസ്പദമായ എന്തോ ഒരു ചൈതന്യം, എന്തോ ഒരു ശക്തി, എന്തോ ഒരു സത്യം, എന്തോ ഒരു ഉണ്മ ഉണ്ട്. അത് മനസ്സിലാക്കണം. ആനന്ദഘനമായ നിശ്ചല ബോധമാണത്. ഒരാൾക്ക് ആദ്യമായി ഈ വസ്തുസ്വരൂപം ഉള്ളിൽ കണ്ടെത്താം. തുടർന്ന് അത് സർവത്ര സമമായി വ്യാപിച്ചിരിക്കുന്നു എന്ന് അനുഭവിക്കാം. അതോടെ ഉണ്ടായി മറയുന്ന ക്ഷേത്രങ്ങളിലെല്ലാം ക്ഷേത്രജ്ഞനല്ലാതെ മറ്റൊരു വസ്തുവും ഇല്ല എന്ന് മനസ്സിലാകും. അതാണ് ഒന്നായ നിന്നേഹ രണ്ടൊന്നു കണ്ടു, അതിൽ വീണ്ടും ഒന്നായി തന്നെ കാണണമേ എന്ന് പറഞ്ഞത്. ഈ കാണുന്ന പ്രപഞ്ചത്തിലെ സർവ്വ ദൃശ്യങ്ങളും അനേകമായിട്ട് കാണുന്ന എല്ലാ ദൃശ്യങ്ങളിലും കുടികൊള്ളുന്നത് ഒരേ ഒരു ക്ഷേത്രജ്ഞൻ തന്നെയാണ്. ഈ ദർശനമാണ് നമുക്ക് നേടിയെടുക്കേണ്ടത്. അപ്പൊ ഭഗവാൻ പിന്നെ അർജുനൻ ചോദിച്ചു, ഈ ദർശനം നേടിയപ്പോ എന്താ ഫലം? അപ്പം ഭഗവാൻ പറഞ്ഞു കൊടുക്കാണ്, സമം പശ്യൻ ഹി സർവത്ര സമവസ്ഥിതമീശ്വരം ഹിനസ്യാത്മനാത്മാനം തതോ യാതി പരാംഗതിം. സർവത്ര ജഗത്തിലുടനീളം സമമായിട്ട് ഒരുപോലെ സമവസ്ഥിതം നിറഞ്ഞിരിക്കുന്ന ഈശ്വര സ്വരൂപൻ പശ്യൻ ഹി കാണുന്നവനാകട്ടെ, ആത്മന മനസ്സുകൊണ്ട് ആത്മാനം സ്വരൂപമായ ആത്മാവിനെ നഹിസ്നതി ഹനിക്കുന്നില്ല, തഥ തുടർന്ന് പരാംഗതി സമ്പൂർണ്ണ മുക്തിയെ യാതി പ്രാപിക്കാനും ഇടവരുന്നു. അതായത് സർവത്ര വ്യാപിയായ ഭഗവത് ചൈതന്യം സർവത്ര നിറഞ്ഞിരിക്കുന്നു, ഈശ്വര സ്വരൂപം തന്നെയാണ് സർവത്ര നിറഞ്ഞിരിക്കുന്നത് എന്ന് കാണുന്നവനാരോ
ആ ജഗത്തിലുടനീളം ഒരുപോലെ നിറഞ്ഞിരിക്കുകയാണ്. ഒരു ഉറുമ്പിലും ഒരു ആനയിലും ഒരു മനുഷ്യനിലും ഒക്കെ, ഒരു പർവ്വതത്തിലും ഒരു നദിയിലും എല്ലാത്തിലും ഒരുപോലെ നിറഞ്ഞിരിക്കുന്ന ഈശ്വര സ്വരൂപം കാണുന്നവൻ, അവനെയാണ് ജ്ഞാനി എന്ന് പറയുന്നത്. അയാള് മനസ്സുകൊണ്ട് തന്റെ സ്വരൂപമായ ആത്മാവിനെ ഹനിക്കില്ല. തുടർന്ന് സമ്പൂർണ്ണ മുക്തിയെ പ്രാപിക്കാനായിട്ട് ഇടവരും. അങ്ങനെയുള്ള ജ്ഞാനിക്കാണ് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിനു മുൻപും, ജ്ഞാനി ഒരേ ഈശ്വര സ്വരൂപം സർവത്ര ദർശിക്കുന്ന ആൾ മനസ്സുകൊണ്ട് ആത്മാവിനെ ഹനിക്കുന്നില്ല. എന്താണ് ആത്മഹത്യ? ആനന്ദഘനമായ ബോധസത്വമാണ് ആത്മാവ്. ആത്മാവ് എന്ന് പറഞ്ഞാൽ ഈ ശരീരമല്ല. ഞാൻ നമ്മൾ പറയാം, എന്റെ പേന, എന്റെ ബുക്ക്, ഞാൻ, എന്റെ വീട് എന്നൊക്കെ നമ്മൾ പറയുമ്പോ ആ എന്റെ എന്നുള്ള വാക്കും ആ വീട് എന്നുള്ള വാക്കും വ്യത്യസ്തമാണ്. എന്റെയും അതും തമ്മിൽ ബന്ധപ്പെടുത്തുകയാണ് അല്ലേ? അപ്പൊ അതിലെന്തോ ഒന്ന് വ്യത്യാസമല്ലേ? ആ ഞാനാണ് ഈശ്വരൻ. ആ ഞാൻ എന്റെ എന്ന് പറയുന്നതാണ് ആത്മാവ് അല്ലെങ്കിൽ ഈശ്വരൻ. പലത് കണ്ട് ഈ ആത്മാനുഭവത്തെ വിസ്മരിക്കുന്നതാണ് ആത്മഹനനം. ആത്മഹത്യ എന്ന് വെച്ചാൽ എന്താണ്? തന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവും പരമാത്മാവും ഒന്ന് തന്നെ എന്നുള്ള അറിവില്ലാതെ ഈ ആത്മാനുഭവത്തെ വിസ്മരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പം അതിനാണ് ആത്മഹത്യ എന്ന് പറയുന്നത്, ആത്മഹനനം എന്ന് പറയുന്നത്. ഭേദദൃഷ്ടിയാണ് അവിദ്യ. അത് വസ്തു പലതുണ്ടെന്ന് തോന്നുന്നതോടെ സ്വരൂപാനന്ദം മറയ്ക്കപ്പെട്ടു പോകുന്നു. ഒരു വസ്തുവിൽ തന്നെ പലതായിട്ട് നമ്മൾ കാണുമ്പം നമ്മൾ ഒന്നായ അത് തന്നെയാണ് ആ പോയം തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും പറ്റിയത്. ഒന്നായതിനെ നമ്മൾ പലതായിട്ട് കാണുന്നു. അപ്പം നമുക്ക് എന്ത് പറ്റുന്നു? കാഴ്ചയ്ക്ക് ശക്തി എണ്ണവും കൂറുന്നതോടും നമ്മുടെ ആ തിരശ്ശീലയുടെ കട്ടി കൂടി വരും. നമുക്ക് സത്യം അറിയുവാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടായി വരും. മനസ്സിലായില്ലേ? പലതിന്റെ കാഴ്ചയ്ക്ക് ശക്തിയും എണ്ണവും കൂടുന്തോറും അതിനെ മടക്കുന്ന തിരശ്ശീലയ്ക്ക് കട്ടി കൂടും. തുടർന്ന് ജനന മരണാദി സംസാര ദുഃഖങ്ങളും നീണ്ടു പോകും. അപ്പൊ നമുക്ക് ഈ ആത്മാനുഭവം എന്ന് ഇപ്പൊ എന്താണ്? നമ്മുടെ ഹൃദയത്തിൽ, നമ്മളുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആത്മനെ നമ്മൾ അറിയാതെ ഇരിക്കുന്നതിനാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. അതിനെ നിരാകരിക്കുന്നതിനാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. നമ്മൾ ആത്മനെ അറിയുന്നില്ല, അതിനാണ് ആത്മഹനനം എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ അങ്ങനെ ആത്മനെ അറിയാതെ നമ്മൾ ഇരിക്കുമ്പോൾ എല്ലാം സർവവും ഈശ്വരൻ തന്നെയാണ്, ഒരേ ആത്മനാണ്, പരമാത്മനാണ് എന്ന അറിവ്, ആ ജ്ഞാനം നമുക്കില്ലാത്തപ്പോ നമ്മൾ ഈ ജനന മരണമാവുന്ന ചക്രത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. നമുക്ക് അറിവ് വന്നിട്ടില്ല. അതുകൊണ്ടാണ് എല്ലാ ജീവികളും സ്വസ്വരൂപമായ ആനന്ദം വീണ്ടു കിട്ടുവാനാണ് യത്നിക്കുന്നത്. പക്ഷേ വസ്തുസ്ഥിതി എന്ന് വെച്ചാൽ പരമാത്മബോധം ഇല്ലാത്തത് കൊണ്ട് യത്നം പലപ്പോഴും വിപരീത ഫലമാണ് ഉളവാക്കുന്നത്. പലതും കാണുന്നതാണ് ആത്മാനത്തെ മറയ്ക്കുന്നതെങ്കിൽ പലതിന്റെ തോന്നൽ ഉപേക്ഷിക്കണം. അത് മാത്രമേ ഉള്ളൂ ആ തിരശ്ശീല മാറ്റുവാനുള്ള ഉപായം. പലതുണ്ടെന്ന് നമ്മൾ അതാണ് ഒന്നായ നിന്നേഹ രണ്ടെന്ന് കണ്ട് അത് തന്നെ വീണ്ടും ഞാൻ ഒന്നായിട്ട് കാണാൻ എനിക്കിടവരണേ ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. മനസ്സിലായില്ലേ? ക്രമമായി യുക്തിയുക്തം മറ നീക്കാനാണ് നമ്മുടെ ആത്മശാസ്ത്രം യത്നിക്കുന്നത്. അതിനു വേണ്ടിയാണ് അക്ഷരബ്രഹ്മത്തെ, അധ്യാത്മം തുടങ്ങിയ 5 ഭാഗങ്ങളായിട്ടൊക്കെ ഭഗവാൻ പറയുന്നത്. സർവം ബ്രഹ്മമയം എന്ന അന്തിമമായ സത്യദർശനത്തിൽ എത്തുമ്പോഴാണ് പൂർണ്ണ മുക്തി ലഭിക്കൂ എന്നാണ് ഭഗവാൻ. അതായത് ഒരു ജ്ഞാനി എന്ന് പറയുന്നത് സർവം ബ്രഹ്മമയം എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം പൂർണ്ണമായിട്ടും ആത്മസാക്ഷാത്കാരം നേടിയ ആളാണ്. അങ്ങനെയുള്ള ഒരാൾ അതിലെയാണ് യോഗദൃഷ്ടൻ, യോഗഭ്രഷ്ടൻ എന്നൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് അവര് കർമ്മയോഗി, പല പേരുകളിൽ ഭഗവാൻ പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്, ഈ ജ്ഞാനിക്ക് ആത്മസാക്ഷാത്കാരം ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് സർവം ബ്രഹ്മമയം എന്ന അനുഭവം നേടിയാലും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പൂർണ്ണ മുക്തി നേടിയിരിക്കുകയാണ് അദ്ദേഹം. അതെങ്ങനെയാണ് സാധിക്കുക എന്നാണ് അപ്പോ അതിനെന്റെ സംശയം. അങ്ങനെ അനുഭവം നേടി ജീവിച്ചിരിക്കുമ്പോൾ പൂർണ്ണമുക്തി സാധിക്കുമോ? മരിക്കുന്നത് വരെ ദേഹവും അതിന്റെ കർമ്മങ്ങളും നമുക്ക് ചെയ്തുകൊണ്ടിരിക്കണമല്ലോ. ഈ സംശയത്തിന്റെ മറുപടി ആയിട്ടാണ് ഭഗവാൻ അടുത്ത പദ്യം പറയുന്നത്. എന്താണ് സംശയം? മരിക്കുന്നത് വരെ ദേഹവും അതിന്റെ കർമ്മങ്ങളും നമുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുമല്ലോ. ദേഹവും അതിന്റെ കർമ്മങ്ങളും ഒക്കെ നമ്മൾ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ സർവം ബ്രഹ്മമയം എന്നുള്ള അനുഭവം നേടിയാലും ഈ ദേഹം കൊണ്ടല്ലേ നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ എങ്ങനെയാണ് അത് സാധിക്കുക എന്നാണ് അർജുനന്റെ സംശയം. അപ്പൊ ഭഗവാൻ പറയണം,
പ്രകൃത്യൈവ ച കർമാണി ക്രിയമാണാനി സർവശഃ യ പശ്യതി തഥാത്മാനം അകർത്താരം സ പശ്യതി. കർമാണി കാര്യകാരണ സംഘാത രൂപത്തിലുള്ള ക്ഷേത്രങ്ങളുടെ ഉൽപ്പത്തി, സ്ഥിതിലയ രൂപത്തിലുള്ള കർമ്മങ്ങളെല്ലാം. കർമാണി എന്ന് വെച്ചാല് കാര്യകാരണ സംയുക്തമായ ക്ഷേത്രജ്ഞ ഉൽപ്പത്തി ഉണ്ടല്ലോ, അത് ക്ഷേത്രങ്ങളല്ല, അതായത് എല്ലാ ക്ഷേത്രങ്ങളും, നമ്മുടെ മാത്രം ശരീരമല്ല പറയുന്നത്, ലോകത്തിലുള്ള സർവ്വ ജീവജാലങ്ങളുടെ ശരീരവുമാണ് ക്ഷേത്രം എന്നുകൊണ്ട് പറയുന്നത്. അതെല്ലാം സ്ഥിതി ലയ രൂപത്തിലുള്ള കർമ്മങ്ങളെല്ലാം. നമ്മൾ സ്ഥിതി ഉണ്ടാവുന്നു, ലയമുണ്ടാവും, നമ്മൾ നിലനിൽക്കുന്നു, ഇല്ലാതെയാവുന്നു, വരുന്നു, മറയുന്നു. അതാണ് സർവശ എല്ലാ പ്രകാരത്തിലും പ്രകൃത്യ ഏവ ക്രിയമാണാനി. പ്രകൃതി ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കും, പ്രവൃത്തി ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആത്മാനം അകർത്താരാം ച. പക്ഷെ പ്രകൃതി അങ്ങനെ ചെയ്യുന്നു, പക്ഷെ പുരുഷനായ താൻ യാതൊരു കർമ്മവും ചെയ്യാതെ പ്രകൃതിക്ക് ആശ്രമമായി നിൽക്കുന്ന സനാതന സത്യമാണ്. ഭഗവാൻ ഒന്നും ചെയ്യാതെ സാക്ഷി മാത്രമായിട്ട് നിൽക്കുന്നു. ഭഗവാൻ നിന്ന് വേർപെട്ടു വന്ന സ്വഭാവമാണ് പ്രകൃതി. ആ സ്വഭാവമായ പ്രകൃതിക്ക് ആശ്രയമായിട്ട് ആരാണുള്ളത്? ഭഗവാൻ ഇല്ലെങ്കിൽ പ്രകൃതിയില്ല, പുരുഷനില്ലെങ്കിൽ പ്രകൃതിയില്ല. അപ്പോ പുരുഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ത്രീ പുരുഷന്മാരുടെ പുരുഷനല്ല, ഭഗവാൻ എന്നുള്ള പരമാത്മ തത്വം, അതിനെയാണ് സ്വതം ബോധം എന്നൊക്കെ പറയുന്ന, അതിനെ വസ്തു എന്നൊക്കെ പറയുന്ന, അതിനെ സനാതന സത്യമാണ്. ജ്ഞാനാഭ്യാസം പാകപ്പെട്ട ആര് പശ്യതി, അതിനെ വ്യക്തമായി കാണുന്നുവോ, സ പശ്യതി, അവൻ സത്യം കാണുന്നു. അതായത് കാര്യകാരണ സംഘാത രൂപമുള്ള, കാര്യവും കാരണവും, സംഘാതം എന്ന് വെച്ചാൽ ചേർച്ച, കൂടിച്ചേരൽ, ഒരുമിച്ച് സംഘമാകുക. അപ്പൊ കാര്യകാരണ സംഘാത രൂപത്തിലുള്ള ക്ഷേത്രങ്ങൾ, നമ്മുടെ എല്ലാ ശരീരങ്ങളെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ഉൽപ്പത്തി, സ്ഥിതി, ലയം, ഇത് മൂന്നുമുണ്ട് അല്ലെ ക്ഷേത്രങ്ങൾക്ക്. ഉൽപ്പത്തിയുണ്ട്, സ്ഥിതിയുണ്ട്, ലയമുണ്ട്. ഈ കർമ്മങ്ങളെല്ലാം പ്രകൃതി ആവർത്തിച്ച് നടത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടല്ലേ ലോകം ഇങ്ങനെ നിന്നു പോകുന്നത്. ലോകം നടന്നു പോകുന്നത് എന്തുകൊണ്ട്? എല്ലാവരും ജനിച്ചു, കുറച്ചു നാൾ ജീവിച്ചു, എല്ലാവരും അങ്ങ് ലയിച്ചു പോയാൽ പിന്നെ പിന്നെ ഭൂമിയിൽ എന്തെങ്കിലും ബാക്കി ഉണ്ടാവുമോ? ഇല്ല. അതുകൊണ്ട് പ്രകൃതി എന്ത് ചെയ്യുന്നു? ആവർത്തിച്ച് ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പുരുഷനായ ഭഗവാൻ യാതൊരു കർമ്മവും ചെയ്യാതെ പ്രകൃതിക്ക് ആശ്രയമായി നിൽക്കുന്ന സനാതന സത്യമാണ്. ജ്ഞാനാഭ്യാസം പാകപ്പെട്ട ആര് ഇത് മനസ്സിലാക്കുന്നുവോ അയാൾ സത്യം എന്താണെന്ന് അറിയുന്നു. അതായത് സത്യബോധത്തിലെത്തുന്നു, സാക്ഷാത്കാരത്തിലെത്തുന്നു. അതാണ് സപശ്യതി, പശ്യതി സപശ്യതി. വസ്തുശക്തിയായ പ്രകൃതി വസ്തുവിന്റെ ശക്തിയാണ്, വസ്തുവിന്റെ സ്വരൂപത്തിന്റെ സ്വഭാവമാണെന്ന് പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. ആ വസ്തുശക്തിയായ പ്രകൃതി വസ്തുവിനൊരു ചലനം ഉണ്ടാക്കാതെ അതിൽ അധ്യാരോപിക്കുന്നതാണ് കർമ്മവും കാര്യകാരണ സംഘാതവും. ഇവയെല്ലാം വിശേഷിച്ച് വസ്തുസത്തയില്ലാത്ത കാനൽ ജലം പോലെ, മരുഭൂമിയിലെ കാനൽ ജലം പോലെ ആരോപിക്കപ്പെട്ടതാണ്. ഉള്ളതല്ല, ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നതാണ്, ആരോപിക്കപ്പെട്ടതാണ്. മനസ്സിലായില്ലേ? ഇതാണ് ജീവൻ മുക്തന്റെ അനുഭവമെങ്കിൽ ജ്ഞാനാഭ്യാസം പാകപ്പെട്ട് സർവത്ര നിറഞ്ഞു വളങ്ങുന്ന ഈശ്വര സ്വരൂപം കാണാൻ കഴിഞ്ഞ ആൾക്ക് സൂര്യതുല്യം ഇക്കാര്യമെല്ലാം തെളിയുന്നു. അയാൾക്ക് കാനൽ ജലമാണിതെന്ന് നല്ലതായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇതാണ് ജീവൻ മുക്തന്റെ അനുഭവസ്ഥിതിയെങ്കിൽ ദേഹവും കർമ്മവും ഒക്കെ ഇരുന്നോട്ടെ, അദ്ദേഹത്തിന് ഇത് നഷ്ടമാണ്. ഞാൻ നിശ്ചലമായ അനന്തബോധ സമുദ്രമാണ്. എന്നിൽ കർമ്മങ്ങളുടെയും ദേഹങ്ങളുടെയും അലകൾ ഉണ്ടായിക്കോട്ടെ, പക്ഷേ അത് പ്രകൃതിയുടെ ജോലിയാണ്. കർമ്മരഹിതനായ യോഗിക്ക് അതൊന്നും ബാധകമല്ല. അതുകൊണ്ട് പലതിന്റെ കാഴ്ച പോയി സർവത്ര സമമായി നിൽക്കുന്ന ഈശ്വരനെ കാണുന്ന ആൾ, അതായത് സർവത്ര ഭഗവാനെ മാത്രം ദർശിക്കുന്ന ഒരാൾ ദേഹം ഇരുന്നാലും, ദേഹത്തിലാണ് ഇരിക്കുന്നത്, ജീവിച്ചിരിക്കുന്നത്, പക്ഷെ പൂർണ്ണമുക്തനാണ്, പൂർണ്ണമുക്തി പ്രാപിച്ച ആൾ തന്നെയാണ്. യ പശ്യതി സ പശ്യതി. എന്ത് പശ്യതി? യ പശ്യതി. എന്ത്? എല്ലായിടത്തും ഭഗവാൻ തന്നെയാണ്, സർവവും ഭഗവാൻ, ഭഗവാനില്ലാതെ ഒന്നുമില്ല എന്നുള്ള അറിവ് നേടിയ, പരിപൂർണ ജ്ഞാനം നേടിയ ഒരാൾക്ക് ജീവിച്ചിരിക്കെ തന്നെ പൂർണ്ണമുക്തനാണ്, ജീവൻ മുക്തനാണ്, സായുജ്യം നേടിയ ആളാണ്. ദേഹം ഇരുന്നോട്ടെ, അതൊന്നും ഒരു കാര്യമല്ല. ദേഹം അവിടെ ഉണ്ടെങ്കിലും അത് ഒരു കാര്യമല്ല. അദ്വയ വസ്തു അനുഭവമാണ് സത്യദർശനം. അദ്വയം, ദ്വയം,
ദ്വൈതഭാവങ്ങളില്ലാതെ അദ്വൈതമുള്ള ദർശനം എന്നാണ് സത്യദർശനം എന്ന് പറയുന്നത്. ദ്വൈതമില്ലാതെ അദ്വൈത ഭാവത്തിൽ എത്തുന്നതിനാണ് സത്യദർശനം എന്ന് പറയുന്നത്. അത് നേടിയ ആൾ മുക്തൻ തന്നെ എന്നാണ് ഭഗവാൻ പറയുന്നത്. യഥാ ഭൂതപൃഥക് ഭാവം ഏകം ഏകസ്തമനുപശ്യതി തദയേവ ച വിസ്താരം ബ്രഹ്മ സമ്പപ്യതേ തദാ. യഥാ ഭൂതപ്രഗദ്ഭാവം ഏകസ്തം അനുപശ്യതി തദ ഏവ ച വിസ്താരം ബ്രഹ്മ സമ്പദ്യതേ തദാ. ഭൂതപ്രഗദ്ഭാവം, ഭൂതം എന്ന് വെച്ചാൽ എന്താണ്? പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്ന പഞ്ചഭൂതങ്ങളാണ് ഈ ഭൂതം എന്ന് പറയുന്നത്. പ്രപഞ്ച ഘടകങ്ങളിൽ വേറുവേറായ പോലെ കാണപ്പെടുന്നവ. ബ്രഹ്മ, പ്രപഞ്ചകാരണമായ സത്യമാണ് ബ്രഹ്മം. യഥാ, എപ്പോൾ, ഏകസ്ഥം, അവനവന്റെ ഹൃദയ ഗുഹയിൽ ഒരിടത്ത്, അനുപശ്യതി, ശുദ്ധ ബോധസ്വരൂപമായി തുടർന്ന് അനുഭവിക്കുവാൻ ഇടയാകുന്നുവോ, തഥ ഏവ, ആ ഹൃദയാന്തർഭാഗത്ത് തന്നെ, തഥാ, അപ്പോൾ, വിസ്താരം, അത് പ്രപഞ്ചമാകെ വ്യാപിച്ചു നിറയുന്നതായും, സമ്പദ്യതേ, അനുഭവിക്കുവാൻ ഇടവരുന്നു. എന്താണ് എൻ്റെ അർത്ഥം? പ്രപഞ്ച ഘടകങ്ങളെല്ലാം നമുക്ക് വേറെ വേറെ ആണെന്നാണ് തോന്നുന്നത്, അല്ലേ? എല്ലാം വേറെയല്ലേ, ഒന്നും ഒരുപോലെ അല്ലല്ലോ. എല്ലാം വേറെ ആയിട്ട് കാണപ്പെടുന്ന പ്രപഞ്ച കാരണമായ സത്യം, പ്രപഞ്ചത്തിന് കാരണഭൂതനായ, ഹേതുഭൂതനായ സൃഷ്ടാവ് സത്യം, അത് പ്രപഞ്ച ഘടകങ്ങളിൽ വേറുവേറായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ അവനവന്റെ ഹൃദയത്തിൽ തന്നെ, ഹൃദയ ഗുഹ, അവിടെ ഭഗവാനെ അനുഭവിക്കുന്ന ഒരാൾക്ക് ഇട വന്നാൽ, ആ ഹൃദയാന്തർഭാഗത്തു നിന്ന് തന്നെ തന്റെ ഹൃദയത്തിൽ ഭഗവാനെ കണ്ടു, അതങ്ങോട്ട് പുറത്തേക്ക് പ്രവഹിച്ച് പ്രപഞ്ചമാകെ നിറയുന്നതായിട്ട് അനുഭവിക്കുവാൻ ഇടവരുന്നു. എക്സ്പാൻഷൻ അതാണ്. അതായത് ഉള്ളിലുള്ള ഭഗവാന്റെ നമ്മുടെ ആത്മബോധം, ആത്മാനന്ദം, ആത്മനെ അറിഞ്ഞു കഴിഞ്ഞ സ്ഥിതി എക്സ്പാൻഡ് ചെയ്ത് പുറത്തേക്ക് വ്യാപിച്ച് സർവത്ര ലോകം മുഴുവൻ, ജഗത്ത് മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നതായിട്ട് അനുഭവിക്കുവാൻ ഇടവരുന്നു. അപ്പൊ എന്താണ് അർത്ഥം? ഈ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു പോയ അത് തന്നെയാണ് സർവവും എന്ന് മനസ്സിലാവും. എല്ലാം ഒന്ന് തന്നെ എന്ന് മനസ്സിലാവും. പ്രപഞ്ച ഘടകങ്ങളിൽ വേറുവേറായ പോലെ കാണപ്പെടുന്ന പ്രപഞ്ച കാരണമായ സത്യത്തെ എപ്പോൾ അവനവന്റെ ഹൃദയ ഗുഹയിൽ നിന്നും ശുദ്ധബോധ സ്വരൂപമായി തുടർന്ന് അനുഭവിക്കുവാൻ ഇടയാകുന്നുവോ, ആ ഹൃദയാന്തർഭാഗത്ത് തന്നെ അപ്പോൾ അത് പ്രപഞ്ചമാകെ വ്യാപിച്ച് നിറയുന്നതായും കാണാൻ ഇടവരുന്നു. ബ്രഹ്മാനുഭവത്തിന്റെ വ്യക്തമായ ക്രമം ഈ ശ്ലോകത്തിൽ രുജുവായിട്ട് പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു. ശ്ലോകത്തിൽ ഭൂതപൃഥക് ഭാവം എന്ന പദം കൊണ്ട് ഉപരിതലത്തിലുള്ള വസ്തുദർശനത്തിന്റെ നേരെയാണ് ഭഗവാൻ വിരൽ ചൂണ്ടുന്നത്. നമ്മള് ഉള്ളിലേക്ക് കടക്കാതെ ഉപരിപ്ലവമായിട്ട് മുകളിൽ നിൽക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ് ഭഗവാൻ വിരൽ ചൂണ്ടുന്നത്. എന്നാൽ ഇങ്ങനെ കാണപ്പെടുന്ന വസ്തുവിന്റെ യഥാർത്ഥ രൂപം എന്താണെന്ന് തിരയണ്ടേ? അത് തിരയേണ്ടത് എവിടെയാണ്? സ്വാമി പറയും, ലുക്ക് ഇൻസൈഡ്, സി ഓൾവേസ് ഇൻസൈഡ്. അകത്തേക്ക് നോക്കണം. പുറത്തു നോക്കിയാൽ ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ബാഹ്യപ്രപഞ്ചം മുഴുവൻ വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാൻ പറ്റൂ. കാരണം നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടാണ് അത് അനുഭവിക്കുന്നത്. പഞ്ചേന്ദ്രിയങ്ങളൊക്കെ ബാഹ്യോന്മുഖമാണ്, എല്ലാം പുറത്തേക്കാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് പറ്റുന്നു? നമുക്ക് കാണാൻ പറ്റില്ല, ശ്ലോകത്തിൽ. അപ്പം ഇങ്ങനെ കാണപ്പെടുന്ന വസ്തുവിന്റെ യഥാർത്ഥ രൂപം എവിടെയാണ് നോക്കേണ്ടത്? അവനവന്റെ ലുക്ക് ഇൻസൈഡ്, അവനവന്റെ അകത്തേക്ക് നോക്കണം. അതിന് ചിത്തം ശുദ്ധമാക്കി സമാധി അനുഭവത്തിൽ ഹൃദയത്തിൽ ഒരിടത്ത് വസ്തുവിന്റെ ബോധാനന്ദ രൂപമായ ശുദ്ധ രൂപം കണ്ട് അതിനെ ഉണർത്തി തുടർന്ന് അനുഭവിക്കുവാൻ കഴിയുന്നു എന്ന് വന്നാൽ ഹൃദയ ഗുഹയിൽ നിന്നും ആ വസ്തു വിസ്താരം പ്രാപിക്കും, ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായി അനുഭവിക്കുവാൻ ഇടവരും. അതായത് നമ്മുടെ ഹൃദയാന്ത ഭാഗത്തിരിക്കുന്ന അതേ, നമ്മൾ ഉള്ളിലേക്ക് നോക്കി നമുക്കത് കാണുവാൻ കഴിഞ്ഞാൽ അതേ ഈശ്വര ചൈതന്യം തന്നെയാണ് ഈ വ്യാപിച്ചു കിടക്കുന്ന ലോകം മുഴുവൻ, ഈ ജഗത്ത് മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നതെന്ന് നമുക്ക് അറിയുവാനായിട്ട് ഇടവരും. ഭക്തി കൊണ്ട് എന്നെ ശുദ്ധരൂപത്തിൽ അറിയുവാൻ കഴിയും. എനിക്ക് എന്തുമാത്രം വലിപ്പമുണ്ടെന്ന് അറിയുവാൻ കഴിയും. തുടർന്ന് എന്റെ ശുദ്ധമുക്തമായ രൂപം അനുഭവിച്ച് ഞാനുമായി ഒന്നു ചേരുവാനും കഴിയും. ഇതാണ് ബ്രഹ്മാനുഭവത്തിന്റെ വിസ്താരം എന്ന് പറയുന്നത്. ബ്രഹ്മാനുഭവത്തിന്റെ വിസ്താരം എന്താണ്? ഭഗവാന്റെ വലിപ്പം, ഭഗവാന്റെ ആ വിസ്താരം നമ്മൾ അറിയാണ്. അത്
അതാണ് വിരാട് രൂപദർശനം ഒക്കെ, വിശ്വരൂപദർശനം എന്നൊക്കെ പറയണത്. എത്ര വലിയ ബ്രഹ്മാനുഭവത്തിന്റെ വിസ്താരമാണ് ഇവിടെ പറയുന്നത്. അപ്പം നമ്മുടെ അനുഭവം നമുക്ക് ഒന്നിലും ഒരു സ്ഥലത്തും ഒന്നിലും ഒരു വ്യത്യാസവും നമുക്ക് കാണാൻ പറ്റില്ല. സർവത്ര സർവ്വസമയവും നമ്മൾ സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി അങ്ങനെ ലീനരായിട്ടിരിക്കും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഭഗവാൻ ബ്രഹ്മാനുഭവത്തിന്റെ വിവിധ വശങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ പ്രകൃതിയിൽ ഈ അനുഭവ രഹസ്യം തന്നെയാണ് ഭഗവാൻ ചർച്ച ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ സാക്ഷാത്കാര ദശയിൽ ബ്രഹ്മവസ്തു സർവവ്യാപിയാണെന്ന് അറിയുവാൻ കഴിയുക. അത് നമുക്ക് ചുമ്മാ ഇരുന്നാൽ മനസ്സിലാവില്ല. സാധന ചെയ്യണം, സമാധി അവസ്ഥയിൽ എത്തണം, നിർവികൽപ്പ സമാധിയിൽ എത്തണം. അപ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു അറിവൊക്കെ നമുക്ക് കിട്ടുള്ളൂ, അല്ലേ? അപ്പൊ അതിലേക്ക് പ്രാപിക്കണമെങ്കിൽ അതിന് ആധ്യാത്മികമായ സാധനങ്ങൾ നമ്മൾ ഒരുപാട് ചെയ്യേണ്ടി വരും. അത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ അനുഭൂതിയും അനുഭവങ്ങളും ഒക്കെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അത് പറഞ്ഞുകൊണ്ട് ഇന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ സ്തുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ജ്ഞാനേന മാർഗേണ മഹീമഹീഷാം, ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. സമസ്തലോകാഃ സുഖിനോ ഭവന്തു, സമസ്തലോകാഃ സുഖിനോ ഭവന്തു, സമസ്തലോകാഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.